ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കഴിഞ്ഞ ദിവസം ISIയുടെ ഒരു വലിയ ഒരു നീക്കത്തിന്റെ ഒരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നു, നമ്മൾ ചർച്ച ചെയ്തിരുന്നു നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളം പോയിന്റില്. BJP അടക്കമുള്ള ദേശീയ പ്രസ്ഥാനങ്ങളിൽ നുഴഞ്ഞു കയറി അവിടെ ഇരുന്നു കൊണ്ട് ഒരു ക്രെഡിബിലിറ്റി ഒപ്പിച്ചേർത്ത ശേഷം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ഇതായിരുന്നു ISIയുടെ പുതിയ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു താക്കീത് പോലെയാണ് നമ്മൾ ആ വാർത്ത എടുത്തത്. അത് നല്ല റെസ്പോൺസ് ആയിരുന്നു. കാരണം BJPക്ക് അകത്തൊക്കെ നുഴഞ്ഞു കയറുമ്പോൾ ബിജേട്ടൻ പറഞ്ഞ വലിയൊരു പോയിന്റ് ഉണ്ട്. കാരണം ഏറ്റവും വലിയ പാർട്ടിയാണ്, അത് തന്നെയാണ് അതിന്റെ വീക്ക്നെസ്സും. അപ്പോൾ ഇത് നരേന്ദ്രമോദിക്ക് ഈ എത്ര കോടി പാർട്ടി മെമ്പേഴ്സ് ഉണ്ട് അവരുടെ എല്ലാം മെമ്പർഷിപ്പ് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതിനകത്തുള്ള ആൾക്കാർ തന്നെ സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നോട്ട് ചെയ്യുക, അത് മുകളിലേക്ക് അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു പോംവഴിയായിട്ടുള്ളൂ. അപ്പോ സമാനമായിട്ടുള്ള രീതിയിൽ ഇത് ആ പാർട്ടികളിലേക്ക് മാത്രമല്ല, ഇപ്പോൾ വരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ ഒരു ഓപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. കലനേമി എന്നാണ് ഓപ്പറേഷന്റെ പേര്. അണ്ടർ ഓപ്പറേഷൻ കലനേമി, റൂട്ട് കെ പോലീസ് ഡിറ്റൈൻഡ് 40 alleged fake peaceful babas posing as Hindu sadhus and misleading Hindus എന്നുള്ളതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഈ സന്യാസിമാർക്കിടയിൽ ഈ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. പിടിച്ചവന്മാരിൽ അക്ബറുണ്ട്, വസീമുണ്ട്, ഷക്കീലുണ്ട്. അപ്പൊ യവന്മാരെയൊക്കെ ബംഗ്ലാദേശി ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എല്ലാം നല്ല സാധു ബാബുമാരെ പോലെയാണ് ഇരിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന് തുരങ്കം വയ്ക്കുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോ ഞാൻ പണ്ട് ഒരു സ്പിരിച്വൽ ലീഡറിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്ത് ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്, ഇനി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ അത് വളരെ നല്ലത് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ. അതിനെപ്പറ്റി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, എന്നെ വളരെ സ്വാധീനിച്ച, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗാണ്. നമുക്കിപ്പോ എന്ത് സംഭവിച്ചാലും, ഇപ്പൊ നാളെ എനിക്കൊരു ആക്സിഡന്റ് സംഭവിച്ചാലും, എന്റെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടാലും, എനിക്ക് ഞാനൊരു ഒരു കിഴങ്ങനായിട്ട് ജോലിയും കൂലിയൊന്നും ഇല്ലാതെ റോഡിൽ തെണ്ടിത്തിട്ടില്ലാലും, ഞാനിത് ആലോചിച്ചാൽ മതി, സംഭവിച്ചെല്ലാം നല്ലത് എന്നിങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല, ഭഗവത്ഗീതയിൽ ഇങ്ങനെ ഒരു വാചകമേ ഇല്ല. അങ്ങനെ ഇത് ആരാണ് നിന്നോട് നീ വായിച്ചിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ വായിച്ചിട്ടില്ല. അതാണ് അതിന്റെ പ്രശ്നം. ഇത് മിസ്ലീഡിംഗ് ആണ്. കാരണം ഈ സംസ്കാരത്തിലുള്ള ഈ ആൾക്കാരെ വെറും മണ്ണുണ്ണി കിഴങ്ങേശ്വരന്മാരാക്കാൻ വേണ്ടി പല ആൾക്കാരും അതിനകത്ത് നിന്ന് കോട്ടൺ, ഇപ്പൊ പണ്ടുള്ള ഈ ഹിന്ദു വീടുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ആറ്റുകാലമ്മ ഈ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഈ കോട്ട് സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്. അങ്ങനെയൊന്നുമില്ല. സംഭവിക്കാനുള്ളതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ നമ്മുടെ നിയന്ത്രണത്തിലാണ്. നമ്മൾ വിചാരിക്കാതെ ഒന്നും സംഭവിക്കില്ല. ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് വാളെടുക്കുക, അല്ലെങ്കിൽ നിന്റെ ധർമ്മം എന്താണ് അത് കൃത്യമായിട്ട് ചെയ്യുക. മറ്റുള്ളവന്റെ ധർമ്മം നോക്കി വായും പൊളിച്ചിരിക്കേണ്ട ഒരു ആവശ്യവും നിനക്കില്ല. മര്യാദയ്ക്ക് എണീച്ച് പോരാടാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഒന്നും ലഭിക്കാതെ ഇരിക്കുന്നവൻ സംഭവിച്ചതെല്ലാം നല്ലത് എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് ഒരു പുരോഗതി ഉണ്ടാവില്ല, നിനക്കും ഒരു പുരോഗതി ഉണ്ടാവില്ല. ബേസിക്കലി നിനക്കൊരു പുരോഗതി ഉണ്ടായാൽ മാത്രമേ നിന്റെ കുടുംബത്തിനുണ്ടാവൂ, നിന്റെ കുടുംബത്തിനുണ്ടായാൽ മാത്രമേ സമൂഹത്തിനുണ്ടാവൂ, സമൂഹത്തിനുണ്ടായാൽ മാത്രമേ അത് രാജ്യത്തിലേക്ക് പ്രതിഫലിക്കൂ. അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് തോട്ടിലോട്ട് കളയാനാണ്. പക്ഷെ സമാനമായിട്ടുള്ള രീതിയിൽ ഈ ഹിന്ദുക്കളെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഹിന്ദു സാധുസ് എന്നാണ് പറയുന്നത്, ഇതിൽ ബംഗ്ലാദേശികളാണ് കൂടുതലെന്നും പറയുന്നു. എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നപ്പോൾ നമ്മുടെ പശ്ചിമ ബംഗാളിൽ വലിയ മൂവ്മെന്റ് നടക്കുകയാണ്. അവന്മാരെല്ലാം അടിച്ചോട്ടിക്കുകയാണ്. കുറെ എണ്ണം ഇവിടെ കർണാടകയിൽ 20 ലക്ഷം പേര് വന്ന് കയറിയിട്ടുണ്ട്. കുറെ എണ്ണം ഉത്തരാഖണ്ഡിൽ പോയിട്ടുണ്ട് ഇതുപോലെ ഹിന്ദു ബാബമാരായിട്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ എന്ത് തോന്നുന്നു ഈ ഒരു ഇത് കേട്ടിട്ട്? എല്ലാ മേഖലയിലും യവന്മാര് കൈവച്ച് ഏതെല്ലാം തരത്തിൽ നമ്മുടെ രാജ്യത്ത് നശിപ്പിക്കാൻ നോക്കുകയാണോ ആ രീതിയിൽ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുഡുക്കള് മാത്രമല്ല, കുറെ പാസ്റ്റർമാരുണ്ട്. ഈ ബദരിനാഥിലും കേദാർനാഥിലും ഒക്കെ നമ്മൾ ചെല്ലാമെങ്കിൽ അവിടെ ഈ വിദേശികളടക്കം വരുന്നിടത്ത് ഈ പാസ്റ്റർമാർ ചെല്ലും. കാവ്യൊക്കെ ഇട്ടിട്ടാണ് ഇവർ ചെല്ലുന്നത്, വേഷം കിട്ടയാണ് ചെല്ലുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത്, ഞാനൊരു ഹിന്ദു ആയിരുന്നു, പക്ഷെ എനിക്ക് ഹിന്ദുവിൽ നിന്നും ഒരു ആശ്വാസം കിട്ടിയില്ല, എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഞാൻ ജീസസിനെ കണ്ടത്. ആരുടെ ഈ പറയുന്നത്? ഞാൻ എൻ്റെ ഉണ്ട് ആ വീഡിയോ, സോഷ്യൽ മീഡിയ ഈ അടുത്ത് വൈറലായ ഒരു വീഡിയോ. അപ്പൊ സായിപ്പ് പറയുന്നു, ഞാൻ ജനിച്ച കാലം മുതൽ ജീസസിനെ പ്രാർത്ഥിക്കുന്നു, നീ ഈ അടുത്ത് മതം മാറി വന്നവനല്ലേ, പണ്ടുതൊട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു ഗുണം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ബദരിനാഥിൽ ഭഗവാനെ കാണാൻ വന്നിരിക്കുന്നത്, ഇതിനകത്ത് വല്ല ആശ്വാസം കിട്ടുമെന്ന് നോക്കിയാണ് ഞാൻ വന്നിരിക്കുന്നത്, അപ്പൊ നീ എന്നെ വലിച്ച് പിന്നെ അതിലോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നു. ഇവൻ വിടുന്നില്ല, ഇവൻ പിന്നെ ഇത് തന്നെ പറയുന്നു. ഇത് ആരോ ഒരാൾ വീഡിയോ പിടിച്ചിരിക്കുന്നതാണ്. പാസ്റ്റർമാരും വലിയ കളിയാണ് അവിടെ നടത്തുന്നത്. അതായത് മിക്കവാറും പാസ്റ്റർമാരൊക്കെ ഹിന്ദുത്തിൽ നിന്നും പിന്നെ ജീവിക്കാൻ നിവൃത്തിയില്ല വരുമ്പോൾ കുറച്ചു പേരെ കൂട്ടിക്കൊണ്ടൊരു സഹാക്കുക, അവരുടെ നിന്ന് പിരിവെടുക്കുക, ജീവിക്കുക, കുറെ തട്ടിപ്പും വെട്ടിപ്പെട്ട് പോവുക. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, കുറച്ചു പേര് ഉണ്ട് ഇതിനകത്ത് എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായ കാര്യമാണ്. നല്ല രീതിയിൽ പോകുന്ന പാസ്റ്റർമാരും സഭകളും ഉണ്ട്, ഒരുപാട് അവരുടേതായ സിസ്റ്റമായിട്ട് പോകുന്നവരും ഉണ്ട്. അപ്പോ ഇത് കുറെ തരികടകൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ ഹിന്ദുമതത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് സന്യാസി വേഷം കെട്ടുക എന്നാണ്. ഇപ്പൊ നമ്മൾക്കിപ്പോ ഒരു ഹിന്ദുവിന് ഒരു ഉസ്താദായി മാറാനും അല്ലെങ്കിൽ പള്ളിയിലച്ചനായി മാറാനും കുറെ അധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്.
ക്രിസ്ത്യൻ പുരോഹിതനായാലും മുസ്ലിം പുരോഹിതൻ. കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നേരെ മറിച്ച് ഒരു മുസ്ലിംസിനോ ഒരു ക്രിസ്ത്യാനിക്കോ വളരെ എളുപ്പത്തിൽ ഹിന്ദു ആയി മാറാൻ എളുപ്പമാണ്. കാരണം പ്രത്യേകിച്ച് സിസ്റ്റങ്ങളൊന്നും നമുക്കില്ല. കാവി ഒരു ഷാളും ഇല്ലെങ്കിൽ കാവി ഒരു ജുബയും കുറെ രുദ്രാക്ഷവും കുറെ ഭസ്മവും വാരിപ്പൂശി എവിടെങ്കിലും ഒരു ആൾത്തറ ഇരുന്ന് കഴിഞ്ഞാൽ 10 പേര് ഓടി വന്ന് കുമ്പിടുമെന്നുള്ള കാര്യം ഡൗട്ടൊന്നും ഇല്ലാത്ത കാര്യം. വായി തോന്നിയത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 10 രൂപയെങ്കിലും തരാതെ പോകത്തുമില്ല. ഇതൊരു കച്ചവടമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വഴി തന്നെ ആളുകളെ ഇതിന് നമ്മുടെ കേരളത്തിലുമുണ്ട്. അതിനവർ ചെയ്യുന്ന പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞു എന്തായാലും നന്നായി. കേരളത്തിൽ ഇതേപോലെ തന്നെ ഈ മുസ്ലിംസിലേക്ക് കടത്തിവിടുന്ന ഹിന്ദുക്കളായിട്ടുള്ള ജ്യോത്സ്യന്മാരുണ്ട്, കുറെ അധികം പേര്, ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും. ഇവരതിന് ചെയ്യുന്ന പണി വെച്ചാൽ നമ്മളെക്കാൾ, അവർ പറയുന്ന ഇങ്ങനെയാണ്, നമ്മളെക്കാൾ ശക്തമായ മന്ത്രങ്ങളും ആഭിചാരക്രിയകളുമാണ് 4-ാം വേദത്തിലുള്ളത്. അതുകൊണ്ട് 4-ാം വേദത്തിലേക്ക് നിങ്ങൾ അത് ചെയ്യുന്നതാണ് നല്ലത്. എനിക്ക് പരിചയമുള്ള ഒരു ഉസ്താദിനെ കാണിച്ചില്ല, ഇല്ലെങ്കിൽ ഞാൻ തന്നെ 4-ാം വേദം ചെയ്യാം. 4-ാം വേദം എന്ന് പറഞ്ഞാൽ ഈ അറബിക് മന്ത്രവാദം അങ്ങനെ പവർഫുൾ ആണ്. അപ്പൊ ഹിന്ദു മന്ത്രത്തെക്കാളും പവർഫുൾ ആണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇവരെ ഇതിലേക്ക് പോകും. സ്വാഭാവികമായി ഇതിലേക്ക് പോകുന്ന ഒരാൾക്ക് തോന്നുന്നത് എന്താണ്, ഹിന്ദു മതത്തിന് വലിയ പവറൊന്നുമില്ല മന്ത്രത്തിന്, ഈ 4-ാം വേദത്തിലാണ് എല്ലാ പവറും ഉള്ളത്. 4-ാം വേദം ഇസ്ലാമിക സിസ്റ്റങ്ങളാണ്. ആ സിസ്റ്റത്തിലേക്ക് പോ. ഇവൻ ചെയ്യുന്ന പണിയും ഈ ജ്യോത്സ്യന്മാരായാലും ഇവർ ചെയ്യുന്ന മെയിൻ പണിയും ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് ആൾക്കാരെ വഴിതിരിച്ചു വിടുന്ന ഒരു ഡ്യൂട്ടിയാണ് അവരും, റിക്രൂട്ട് ചെയ്യുന്ന ഒരു പണിയാണ് അവരും ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, നീ ഈ ഹിന്ദു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു വിശ്വാസ പ്രകാരം ഇതിരിക്കുമ്പോൾ ആ അത്യാവശ്യം കാര്യങ്ങൾ ഹിന്ദുത്വത്തിന്റെ പഠിച്ചിരുന്നെങ്കിൽ ഇവനിത് പറയില്ലായിരുന്നു. ഇവനൊരു തേങ്ങയും അറിയില്ല. ഇവരെ റിക്രൂട്ട് ചെയ്യുന്ന ജോലിയാണ്. പലയിടത്തും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ജ്യോത്സ്യന്മാർ പറയുന്നത് 4-ാം വേദത്തിന്റെ ഇതുണ്ട് കേട്ടോ, അത് ഞാൻ തീർക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഉസ്താദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ മൈൻഡ് പതുക്കെ ഹിന്ദുത്വത്തിൽ. കാരണം മനുഷ്യനെ സംബന്ധിച്ച് അവൻ എപ്പോഴും സൊല്യൂഷൻ വേണം. അത് പെട്ടെന്ന് സൊല്യൂഷൻസ് കിട്ടുന്നിടത്തേ മനുഷ്യൻ പോകത്തുള്ളൂ. ഇപ്പൊ നമ്മൾ പറയുകയാണ്, നീ ഇരുന്ന് ധ്യാനിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളെടുക്കും ധ്യാനിച്ചിട്ട് അതിന്റെ പവർ വരാണ്ട്. അപ്പൊ പക്ഷെ അതുപോലെ ഇന്ന് നമ്മൾ പറഞ്ഞാൽ വൈകുന്നേരം നമുക്ക് റിസൾട്ട് കിട്ടണം. വൈകുന്നേരം പോലും ക്ഷമിക്കാൻ നിവൃത്തിയില്ല. അപ്പൊ ഇത് മുതലെടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വിടുന്നു. ചിലപ്പോൾ ഇവ ഇത് ചെയ്യുമ്പോഴത്തേനും ഇയാളുടെ ഭാഗ്യത്തിന് വേറെ എന്തെങ്കിലും കാര്യത്തിൽ നടക്കും. ഇതാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബാബാമാരായി പോയി ആൾക്കാരെ കൺവെർട്ട് ചെയ്യിക്കാണ്ട്. അത് ഞാൻ പറഞ്ഞത് മുസ്ലിംസ് മാത്രമല്ല, ഇത് കണക്കുള്ള ഈ പിന്നെ മതം മാറ്റ മാഫിയപ്പെടുന്ന വിഭാഗങ്ങളും ഇതിനകത്തുണ്ട്. ഈ രണ്ടു കൂട്ടരും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉത്തരാഖണ്ഡ്, ഞാൻ എപ്പോഴും പണ്ടും ഞാൻ ധനുഷിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ചർച്ചയിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, യോഗി ആദിത്യനാഥിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രിയാണ് പുഷ്കർ സിംഗ് ധാമി. പുഷ്കർ സിംഗ് ധാമിയെ എനിക്ക് നേരിട്ട് അറിയാവുന്ന, അദ്ദേഹം ABPയുടെ യുവമോർച്ചയുടെ ഒക്കെ ചുമതല ഉണ്ടായിരുന്ന ഒരു അന്തർമുഖനാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അന്തർമുഖനാണ്. അങ്ങനെ വലിയൊരു സംസാരിച്ച് കൈയിട്ട് നേടുകയോ ഒന്നും ചെയ്തു. പക്ഷെ അദ്ദേഹം ഒരു നല്ല ഹാർഡ് വർക്കറാണ്. പിന്നെ എന്താണ്, ഇദ്ദേഹത്തിന്റെ ഈ സംഘാടകനാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം തോറ്റുപോയിട്ടും BJPക്ക് നല്ല മെജോറിറ്റി കിട്ടിയ സമയത്ത് നരേന്ദ്രമോദി ഈ ഇദ്ദേഹത്തെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത് അതുകൊണ്ടാണ്. കാരണം അതിന് കാരണമുണ്ട്. അവിടെ ഈ ഉത്തരാഖണ്ഡില് ആ ഇലക്ഷന് ഞാൻ ഉത്തരാഖണ്ഡിൽ പോയിട്ടുണ്ടായിരുന്നു 2022. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ അവിടെ ഈ വികസനം കൊണ്ടുവരാൻ വലിയ പ്രയാസമുള്ള കാര്യം, ഈ മലയും കുന്നും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നരേന്ദ്രമോദി കയറിയതിനു ശേഷം BJPക്കാരും അവരുടെ നേതാക്കന്മാരൊക്കെ ഭയങ്കര എക്സ്ട്രാ റീസെന്റ് ആയി, അഴിമതി കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ അവിടെ ഇരുന്ന് 4 മുഖ്യമന്ത്രിമാരെ മാറ്റിയ സംസ്ഥാനമാണ് ഈ ഉത്തരാഖണ്ഡ്. അതിന് കാരണം വെച്ച് കഴിഞ്ഞാല് വികസനം കൊടുക്കും, ഈ കുടിവെള്ളമൊക്കെ എത്തിക്കേണ്ടതല്ലേ, വികസനം കൊടുക്കും. പക്ഷെ ഇവർക്ക് പേടിയാ ഈ മുഖ്യമന്ത്രിമാർക്ക്. കാരണം ഇതെങ്ങാണ് എന്തെങ്കിലും ചെയ്തിട്ട് എന്തെങ്കിലും അഴിമതി വന്നാൽ പേര് ചീത്തയാകത്തില്ലേ, ഇതുകൊണ്ട് ഇവരൊന്നും ചെയ്യത്തില്ല. അങ്ങനെ വന്ന് ആദ്യത്തെ മാറ്റി, 4-ാമത്തെ മാറ്റി, എല്ലാം മാറ്റി. അവസാനം ധാമിയെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ യുവമാരെല്ലാം കൂടെ ഈ പദ്ധതി പണി വെച്ചാൽ ധാമിയെ തോപ്പിച്ചു. ധാമി വീട്ടിലിരുന്നു. മറ്റുള്ളവരെല്ലാം ജയിച്ചു. 44 സീറ്റോ മറ്റോ കിട്ടി. നല്ല മെജോറിറ്റി BJP കിട്ടി. അവിടെ കോൺഗ്രസ് പിടിക്കും, ആം ആദ്മി പിടിക്കുമെന്ന കാര്യം ഞാൻ അന്ന് പോയപ്പോൾ അവിടുത്തെ കുറെ ജനങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, BJP കിട്ടി. പക്ഷെ കേന്ദ്ര നേതൃത്വം എന്താണ് BJP ചെയ്തത്? തോറ്റുപോയ ധാമിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ധാമിയെ സംബന്ധിച്ച് അത്യാവശ്യം യോഗ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഉത്തരാഖണ്ഡിൽ ധാമി ചെയ്യുന്നുണ്ട്. ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന് ആദ്യം ഇന്ത്യയെ കൊണ്ടിരുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ റെയ്ഡ് നടത്തിയിട്ട് ഈ റോഡ് സൈഡും മറ്റും കയ്യേറി അവിടെ വലിയ കലാപം ഒരുപാട് മരിച്ചത്. അതിനകത്ത് റോഡ് സൈഡിലും മറ്റും മസറുകളും പിന്നെ പള്ളികളും ഒക്കെ നിർമ്മിക്കുന്നതൊക്കെ പൊളിച്ചു നീക്കിക്കൊണ്ട് വലിയ രീതിയിൽ തന്നെ ഭൂമി തിരിച്ചു പിടിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഡ്രീമാണ് ഈ ദേവഭൂമി എന്നാണല്ലോ ഉത്തരാഖണ്ഡിനെ പൊതുവെ പറയുന്നത്. ആ ദേവഭൂമിയിലുള്ള ഇലീഗൽസിനെ മൊത്തം പൊക്കും, ഇതിനൊക്കെ തരികളെ ഇനി അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു. പിന്നെ ഈ ദേവഭൂമി തന്നെ ഡ്രഗ്സിനും മദ്യത്തിനുമൊക്കെ ഭയങ്കരമായ സുലഭമായിരുന്നത്. ഇപ്പൊ അതൊക്കെ ഭയങ്കര കുറച്ചു. അദ്ദേഹം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കുറച്ച് ഒരുപാട് പരിഷ്കാരങ്ങൾ അവിടെ വരുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ഒരു PR ടീം ഇല്ല എന്നുള്ളതാണ് സത്യം. ബാക്കിയുള്ളതെല്ലാം PR വർക്കുകളും കൂടെ വേണമല്ലോ ഇതിന്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു PR വർക്ക് വേണം.
പക്ഷെ ധാമിക്ക് അങ്ങനത്തെ ഒരു നല്ലൊരു PR വർക്കില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ധാമിയുടെ ഒരു PR വർക്ക് പോലെ ചെയ്തൊരു ചാനൽ നമ്മളാ. മിക്കവാറും പുഷ്കർ സിംഗ് ധാമിയുടെ വാരന്തരം കൊടുക്കാറുണ്ട്. അത് അറിയുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. നമ്മൾ കൊടുക്കാറുണ്ട്. കാരണം അതിനും മാത്രം നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഇപ്പൊ തന്നെ ഇന്റർനാഷണൽ കമ്പനികളെ അവിടെ ഈ ഒരുപാട് നമ്മുടെ ഈ പതഞ്ജലിക്കൊക്കെ അവിടെ ഫാക്ടറി ഉണ്ട്, മറ്റേ ആയുർവേദ മെഡിസിൻസും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് ഫാക്ടറികളുണ്ട്. ഇപ്പൊ അവിടെ ഇന്റർനാഷണൽ കമ്പനികളെയൊക്കെ അദ്ദേഹം അവിടെ കൊണ്ടുവന്നു അദ്ദേഹത്തിന്റെ കാലത്ത്. ഞങ്ങളുടെ മുമ്പ് അതിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആയുർവേദത്തിന്റെ ഒരു കേന്ദ്രമാണ് ഈ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അങ്ങനത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഒരുപാട് വരുന്നുണ്ട് ഇപ്പം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് അപ്പൊ അവിടെ ഈ നമ്മുടെ ഹിന്ദുത്വത്തിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് പ്രത്യേകിച്ച് ഈ പറയുന്ന ഈ തിരുപ്പതി, അതുപോലെ തന്നെ ഈ കേദാർനാഥ്, ബദരീനാഥ്, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ. അപ്പൊ അവിടങ്ങളിൽ പോവുക, അവിടങ്ങളിൽ നിന്നിട്ട് ഈ ഹിന്ദുക്കൾ വരുമ്പോൾ അവരെ നേരെ മതം മാറ്റിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അപ്പൊ അതുകൊണ്ട് വേഷം മാറുക, വേഷം മാറി അവിടെ ചെന്നിരിക്കുക, കൺവെർട്ട് ചെയ്യുക. കാരണം ഇപ്പോൾ ഈ മതം മാറ്റ മാഫിയകൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എന്തെങ്കിലും വിളിച്ചിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കും. ഈ ഹിന്ദുക്കളെ തന്നെ ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്കൊരു പണം കൊടുക്കും. എന്നിട്ട് പറയും നിങ്ങൾ പോയിട്ട് ഇത് നിങ്ങൾക്ക് മാറ്റിക്കൊണ്ടുവരുമ്പോൾ ഒരാൾക്ക് ഇത്ര രൂപ വെച്ച് ഞങ്ങൾ തരും, 10,000 രൂപ 5,000 രൂപ. ഒരാളെ മതം മാറ്റി കൊണ്ടുവന്നാൽ മതി, ഇവിടെ വന്നിട്ട് അയാൾ നമ്മുടെ മതം സ്വീകരിച്ചത് നിങ്ങൾക്ക് ഇത്ര രൂപ തരുന്നു. ഇത് നല്ലൊരു കച്ചവടമാണ്. ഇപ്പൊ വിശ്വാസത്തിന്റെ പേരിലും വരുന്നുണ്ട്, ഈ ബിസിനസിന്റെ പേരിലും വരുന്നുണ്ട്. ഇങ്ങനെ രണ്ടു കൂട്ടരും വരുന്നുണ്ട്. ഇപ്പൊ ഈ കേദാർനാഥിലൊക്കെ ഇത് പുതിയ വാർത്തയല്ല. ഇതിന് ഒരു കാലത്ത് അവിടെ നിന്ന് ഒരു വാർത്ത മുമ്പ് വന്നിരുന്നു. എനിക്ക് 2 വർഷമായിട്ടുണ്ട്. ഈ ഉത്തരാഖണ്ഡിന്റെ ബോർഡറിലെല്ലാം അനവധി മസ്ജിദുകൾ പെട്ടെന്ന് ഉയർന്നു വരുന്നു. ഇവിടെയാണ് പുഷ്കർ സിംഗ് ധാമി ആദ്യം കൈവച്ച സ്ഥലം. പുള്ളി നോക്കുമ്പോൾ ഒരു നിമിഷം കൊണ്ടൊക്കെ പെട്ടെന്ന് മസ്ജിദുകൾ ഉയർന്നു വരുന്നു, നിസ്കാരം തുടങ്ങുന്നു. അങ്ങനെ പുള്ളിക്ക് ഡൗട്ട് വന്നു. അപ്പോഴാണ് ഈ ധനുഷ് പറഞ്ഞത് ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്നവന്മാരെല്ലാം കൂടെ പെട്ടെന്ന് അവിടെ വന്നു ഒരു സ്ഥലത്ത് അവിടെ പെട്ടെന്ന് തന്നെ മസ്ജിദ് പണിയുന്നു. അവിടെ നിന്നിട്ടാണ് ഈ വിദ്യാഭ്യാസം മൊത്തം അടിച്ചു പൊളിച്ചു കളഞ്ഞു, ദൂരെ കളഞ്ഞു പുള്ളിക്ക്. പിന്നെ ഈ യോഗി കൊടുക്കുന്ന സമയം പോലും ധാമി കൊടുക്കാറില്ല, പുഷ്കർ സിംഗ് ധാമി കൊടുക്കാറില്ല. കാരണം പുള്ളി ഒരു കാര്യം തീരുമാനിച്ച അപ്പൊ തന്നെ പിറ്റേ ദിവസം പോയി ഇടിച്ചങ്ങ് നിരത്തി കളയുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നും വലിയ യോഗി പിന്നെയും ഒരു അനൗൺസ്മെന്റ് ഒക്കെ നടത്തിയിട്ടാണ് ചെയ്യുന്നത്, നാളെ അത് പൊളിച്ച് കളയുമെന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇത് പറയുക പോലും ഇല്ല, പൊളിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഞാൻ കണ്ടിരിക്കുന്നത് ഇദ്ദേഹം ഒരു നല്ല ഒരു മിനിസ്റ്റർ മീൻസ് ഒരു സെൻട്രൽ ഗവൺമെന്റിലൊക്കെ വരികയാണെന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ആഭ്യന്തരമൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മിനിസ്റ്ററാണ്. കാരണം കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ മിടുക്കനാണ്. സംസാരിക്കാൻ അത്ര വലിയ ഈ പ്രസംഗത്തിലൂടെ ആൾക്കാരെ ആകർഷിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല. പിന്നെന്താണ് PR വർക്ക് നടത്തിയിട്ടൊരു ബൂമിങ് ഉണ്ടാക്കാനുള്ള ഇതില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല സംഘാടകനും കൃത്യമായി കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ഒരു മുഖ്യമന്ത്രി, വലിയ പ്രായവും ഇല്ല, ചെറുപ്പക്കാരനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈ ദേവഭൂമി കയ്യേറി ഹിന്ദുത്വത്തിന്റെ സംസ്കാരം നശിപ്പിക്കുക എന്നുള്ളത് വൈദേശിക മതങ്ങളായ ഈ 2 മതങ്ങളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ പല പണിയും നടക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഹിന്ദുയിസത്തിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് രാഷ്ട്രീയത്തിലേക്ക് നുഴഞ്ഞു കയറിയ കാര്യമാണെങ്കിൽ ഇന്നിപ്പോൾ ആധ്യാത്മിക തലത്തിലേക്ക് ഹിന്ദുത്വത്തിലേക്ക് ഈ വേഷം മാറി കടന്നു. പക്ഷെ വേറൊരു വലിയൊരു കോമഡി എന്ന് വെച്ചാൽ ഹിന്ദുത്വത്തിലേക്ക് എത്ര വേഷം മാറി കടന്നു വന്നാലും ഹിന്ദുത്വത്തെ ഹൈജാക്ക് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ 1 or 2 പേരെ വഴിതെറ്റിച്ച് മതം മാറ്റാൻ മാത്രമേ കഴിയൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിന്ദുത്വത്തെ അറിഞ്ഞ്, കാരണം പൊതുവെ ഹിന്ദുക്കൾക്ക് ഒരു കോമൺ ആയിട്ടൊരു ഐഡിയ ഉണ്ട് ഹിന്ദുത്വം എന്താണെന്നുള്ളത്. അവർക്ക് കുറച്ച് ദിവസമൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ ഒരാള് സ്വാമിയാണോ ആസാമിയാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അവിടെ അവർക്ക് അതിന്റെ ഒരു ഗുഡൻസ് മനസ്സിലാകുകയും ചെയ്യും. പിന്നെ ഈ പാവങ്ങളില്ലേ എവിടെ പോയാലും ഈ വെട്ടിൽ വീഴുന്നു. ഇപ്പം ഭയങ്കര വേദനയായിട്ട് വരുന്ന ഒരാള്, അതല്ലേ ഈ പെന്തക്കോസ്തകളൊക്കെ ഇടയ്ക്ക് ഇതാക്കിക്കൊണ്ടിരുന്നത്. വേദനയായിട്ട് വരും, ഇതാ ഞാൻ തടയി കഴിയുമ്പോൾ ഉടനെ വേദന മാറുന്നു, അന്ധൻ വരുന്നു, ഞാൻ കണ്ണിൽ തടയുമ്പോൾ കാഴ്ച കിട്ടുന്നു എന്നൊക്കെ കുറെ ഗിമ്മിക്കുകൾ കാണിച്ചിട്ടുണ്ട്. ഇന്നത് പറ്റത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതായത് പുഷ്കർ സിംഗ് ധാമി തുടങ്ങി വെച്ചത് വലിയൊരു ഇതാണ്. കാരണം ഇത് ഇന്ത്യ മുഴുവൻ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം വാരണാസിയിൽ അടക്കം ഇത് കണക്ക് വേഷം കെട്ടിയിരിക്കുന്ന ഒരുപാട് സുഡാപ്പികളുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി നമുക്ക് ഈ ഗുരുവായൂർ ഇത് കണക്ക് അഭയാർത്ഥികളായിട്ട് വന്നിരിപ്പുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? ആരുടെ ഐഡന്റി കാർഡുകൾ അവിടെ ഇരിക്കുന്നിടത്തും നിൽക്കുന്നിടത്ത് പരിശോധിക്കാറുണ്ടോ? ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ അങ്ങനെ സംഭവിക്കില്ല എന്ന് നമുക്ക് നമ്മുടെ ഏത് ക്ഷേത്രങ്ങൾ കാണുന്നത് ധനുഷ ഉറപ്പുള്ളത്? ശബരിമലയ്ക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അവിടെ 1,00,000 പേരൊക്കെ നല്ല സീസണിൽ 1.5 ലക്ഷം പേര് വരുന്നില്ലേ? ഇതൊക്കെ സെക്യൂരിറ്റി കൃത്യമായിട്ടാണ് അവിടെ എല്ലാം കാര്യങ്ങൾ നോക്കുന്നത്? അല്ല. ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയങ്ങൾ. അപ്പോൾ അമർനാഥ് യാത്ര വലിയ സെക്യൂരിറ്റി ഉള്ള യാത്രയാണ്. അവിടെ പോയി സ്ഫോടനങ്ങൾ ഉണ്ടാകാറില്ലേ? പട്ടാളങ്ങൾ വരിവരിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പൊ ശബരിമലയ്ക്ക് ഇത് ദൈവാധീനത്തിന്റെ പുറത്ത് അയ്യപ്പനൊക്കെ ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഇങ്ങനെയുള്ള സമയങ്ങളിലാണ്. കാരണം ഇത്രയും ലക്ഷം പേര് വന്നിട്ട് ഒരു അനിഷ്ട സംഭവം അവിടെ ഉണ്ടാകുന്നില്ല. ദൈവത്തിന്റെ ഒരു വലിയ അനുഗ്രഹമാണ്. ഇവിടെ എത്രയോ ക്ഷേത്രങ്ങൾ, ഇപ്പൊ ക്ഷേത്രങ്ങൾ അനുബന്ധിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളുടെ പരിസരത്ത് കട വെക്കുക. ഈ കടയിൽ ഹിന്ദു പേരുകൾ ഇട്ടിട്ടാണ് ഈ കട വെക്കുന്നത്. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത് ഒക്കെ ഉണ്ടായിരുന്ന അങ്ങനെ ഹിന്ദു പേരുകളാണ് കട. സംഗീത, ബിന്ദു, ഗുരുവായൂരപ്പൻ, ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമല സീസൺ തുടങ്ങും. ഇപ്പൊ ഈ വൃശ്ചികമാസം വരുമ്പോൾ ധനുഷ് ഈ MC റോഡിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യണം. ഇപ്പോഴൊന്ന് യാത്ര ചെയ്തിട്ട് അവിടെ കാണുന്ന കംപ്ലീറ്റ് ഹോട്ടൽസ് ഒന്ന് വീഡിയോ എടുത്ത് വെക്കുക, പേര് നോട്ട് ചെയ്ത് വെക്കുക.
ഇപ്പോൾ ഉള്ള പേര് മുഷറഫ്, അഷറഫ്, കിഷറഫ് എന്നൊക്കെ ആയിരിക്കും പേര്. ഇനി ഈ വൃശ്ചികമാസം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും പേര് സ്വാമിയെ ശരണം അയ്യപ്പ, സ്വാമി ശരണം, അയ്യപ്പ ശരണം, ഇല്ലെങ്കിൽ ശബരിമല സ്വാമി, അയ്യപ്പൻ, അങ്ങനെ പല പല പേരായിരിക്കും, ശ്രീകൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, ദൈവങ്ങളുടെ പേരുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും. സെയിം ഹോട്ടൽ തന്നെയാണ്, പേര് മാറ്റുക. ഇത് തന്നെയാണ് നമ്മുടെ കൻവാർ യാത്രയ്ക്ക് സമയത്ത് യു പിയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് യോഗി പറഞ്ഞത് ആ പരിപാടി വേണ്ട, നിങ്ങൾ പേര് എന്ത് വേണേ ഇട്ടോ കുഴപ്പമില്ല, പക്ഷെ താഴെ ഈ കടയുടെ ഓണറുടെ പേരും ഫോൺ നമ്പരും എഴുതി വെക്കണം. അത് നിയമമാണ് ഈ രാജ്യത്ത്. ഇവിടെ ഏത് കടകളുടെ പേരിൽ ബോർഡിന്റെ താഴെയാണ് കടയുടെ ഓണറുടെ പേരും നമ്പരും എഴുതി വെക്കുന്നത്? ഇല്ല. അപ്പൊ ഇത് ഒരുപാട് രീതിയിലുണ്ട്. പക്ഷെ അത് ഹിന്ദു ധർമ്മത്തെ നശിപ്പിക്കാനോ ഇല്ലെങ്കിൽ അതിന്റെ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിയില്ല. കുറച്ചുപേരെ റിക്രൂട്ട് ചെയ്യാൻ കഴിയും എന്ന് മാത്രമേ ഉള്ളൂ.